ആലപ്പുഴ ചേർത്തലയിൽ മാതാവും ആൺ സുഹൃത്തും ചേർന്ന് കൊന്നുകുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൊലപാതകത്തിൽ മാതാവ് ആശയ്ക്കും പങ്കുണ്ടോ എന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കുട്ടിയുടെ DNA പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് കുട്ടിയുടെ മൃതദേഹം ആൺ സുഹൃത്ത് രതീഷിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കും. കൂടുതൽ നടപടിക്രമങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ മാതാവിന്റെ പങ്കടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നത് എന്താണ്? ശ്രുതി, ശിശിര, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ നവജാത ശിശുവിനെ അമ്മയും അതുപോലെ തന്നെ കാമുകനും, അതായത് ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി ആൺസുഹൃത്തിൻ്റെ വീട്ടിലെ ശുചിമുറിക്കുള്ളിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്നിപ്പോൾ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ചില സംശയങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ട്. അതായത് ഈ കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലി ചില സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ DNA പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഈ കുട്ടിയുടെ മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ ഈ കുട്ടിയുടെ യഥാർത്ഥ ഈ കുട്ടിയുടെ മാതാവിൻ്റെ യഥാർത്ഥ ഭർത്താവായിട്ടുള്ള മനോജിന് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും പോലീസ് നിലവിൽ ആലോചിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സംശയവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഈ മനോജിനും ഈ കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും രീതിയിൽ പങ്കുണ്ടോ എന്നതാണ് പോലീസിൻ്റെ മുന്നിലുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ പ്രസവിച്ച ഉടനെ ഈ കുഞ്ഞിനെ ഈ കാമുകനായ, അതായത് ആൺ സുഹൃത്തായിട്ടുള്ള രതീഷിന് കൈമാറി എന്നുള്ളതാണ് ഈ മാതാവ് നൽകിയിരുന്നത്. അതേസമയം ഈ കുഞ്ഞിനെ കൊന്നതിന് ശേഷം കൈമാറിയതാണോ അതേ രതീഷാണോ വീട്ടിലെത്തിച്ച്, അതായത് സ്വന്തം വീട്ടിലെത്തിച്ച് ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിലേക്കാണ് അന്വേഷണം പോകുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘവും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആശാ വർക്കർ വീട്ടിലെത്തി പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലിന് വേണ്ടി വരുമ്പോൾ ഈ കുട്ടിയെ കാണാതാകുന്നതും തുടർന്ന് ഈ കുട്ടിയെ തൃപ്പൂണിത്തുറയിലുള്ള ഒരു വീട്ടിൽ വളർത്തുവാൻ വേണ്ടി ഏൽപ്പിച്ചു. തങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ട് വളർത്താൻ ഏൽപ്പിച്ചു എന്ന് അമ്മ മൊഴി നൽകുന്നത്. പിന്നീട് തുടർന്നുള്ള പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഈ കാമുകനും അതുപോലെ തന്നെ അമ്മയും ചേർന്ന് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതാണ് എന്നുള്ളൊരു വിവരം പോലീസിന് കിട്ടുന്നത്. തുടർന്ന് തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർക്ക് എതിരെ കൊലപാതക കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ മാതാവ് ആശയെയും അതുപോലെ തന്നെ ആൺ സുഹൃത്ത് രതീഷിനെയും കോടതിയിലും ഹാജരാക്കും. ശ്രുതി. റിനു, അതുപോലെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തുടക്കത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങളായിരുന്നു ആശ പറഞ്ഞിരുന്നത്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലൊക്കെ ഏതു തരത്തിലുള്ള അന്വേഷണമാവും ഇന്നുണ്ടാവുക? ഇന്ന് ഏകദേശം 26-ാം തീയതി, അതായത് 25-ാം തീയതി KVM ആശുപത്രി, ആലപ്പുഴ ചേർത്തലയിലെ KVM ആശുപത്രിയിൽ പ്രസവത്തിന് വേണ്ടി യുവതി എത്തുന്നു. 26-ാം തീയതി പ്രസവിക്കുന്നു. തുടർന്നാണ് ഈ കുട്ടിയെ ഈ ആശാ വർക്കറുടെ അന്വേഷണത്തിൽ തൃപ്പൂണിത്തുറയിലുള്ള ഒരാൾക്ക് വളർത്തുവാൻ വേണ്ടി കൊടുത്തു എന്നത് ഇവർ പറയുന്നത്. പക്ഷേ അങ്ങനെ വളർത്താൻ കൊടുത്തില്ല എന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. തുടർന്നുള്ള വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ കുട്ടിയെ വിറ്റതല്ല, അതേസമയം മറ്റെന്തോ അപായപ്പെടുത്തിയതാണ് എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നത്. തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നത്. ഈ ചോദ്യം ചെയ്യലിലാണ് കുട്ടി ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് പോലീസിന് മനസ്സിലാകുന്നത്. പിന്നീട് പോലീസിൻ്റെ മുന്നിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മൃതദേഹം എവിടെയാണ് എന്നുള്ളതാണ്. തുടർന്ന് കൃത്യമായി ചോദ്യം ചെയ്തെങ്കിലും ഇവർ പറയാൻ തയ്യാറായില്ല. പിന്നീടാണ് ഇവർ പറയുന്നത് ഭർത്താവിനെ ഏൽപ്പിച്ചു, ആശ പറയുന്നത് ഭർത്താവ് എന്ന് പറയുന്ന ഈ ആൺ സുഹൃത്തിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹം ഭർത്താവല്ല എന്നതടക്കം പിന്നീടാണ് പോലീസിന് മനസ്സിലാകുന്നത്. തുടർന്നാണ് ഈ രതീഷിനെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തുമ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്താനുള്ള നടപടികളിലേക്ക് പോകുന്നത്. അതേസമയം ഈ ആശയെ കസ്റ്റഡിയിലെടുത്ത സമയത്ത് തന്നെ വീടിൻ്റെ പുറത്ത് ഒരു കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹമെങ്കിൽ രതീഷ് അതെത്തി ആ കുഴി തോണ്ടി ഈ മൃതദേഹം എടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ശുചിമുറിയിൽ ഒളിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അദ്ദേഹത്തിനും ഒരു ഭാര്യയും മകനും
ഉണ്ട് എന്നുള്ള വിവരമാണ്. ഇതൊരു ആൺകുഞ്ഞിനെയാണ് ഇവർ കൊലപ്പെടുത്തിയത്. ഈ വീട്ടിൽ ആളുണ്ടായിരുന്നിട്ടും ഈ കുട്ടിയെ കൊണ്ടുചെന്ന് കുഴിച്ചിടുന്നത് അടക്കം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഇക്കാര്യം അടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഇവർക്ക് രണ്ടുപേർക്കല്ലാതെ എന്നതടക്കമുള്ള അന്വേഷണവും ചേർത്തല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് മണിക്കൂറുകൾ കൊണ്ട് പോലീസ് നടത്തുകയും ഈ കുട്ടിയുടെ നവജാത ശിശുവിൻ്റെ ഏകദേശം 2 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെയാണ് ഇവർ കൊലപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നത്. ഈ മൃതദേഹം കണ്ടെത്തുന്ന നടപടിയിലേക്ക് ചേർത്തല പോലീസ് പോയത്. ശ്രുതി, റിനു, അതായത് ഈ ആശാ വർക്കറുടെ ഇടപെടൽ, അവർ വന്നതാണ് ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്കുള്ള വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ആശയുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും ഈ വിഷയത്തിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നാണോ ഈ സംഭവം നടക്കുന്നത്? അതായത് ഇവർ ഗർഭിണിയായിരുന്നു, ആ സമയത്ത് തന്നെ ആശാ വർക്കർക്ക് അറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അവർ തുടർന്നും വന്നുകൊണ്ടിരുന്നിരുന്നത്. പിന്നീട് ഈ പ്രസവ ശേഷവും അവർ എത്തുന്നത്. ആ സമയത്താണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഈ ആശയുടെ കുടുംബം, ബന്ധുക്കൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? നിലവിൽ ആശ പറഞ്ഞിരുന്നത് തൻ്റെ വയറ്റിലൊരു മുഴ വളരുന്നു, അതുമായി ബന്ധപ്പെട്ട നീർക്കെട്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ബന്ധുക്കളെയും അയൽവാസികളെയും ആശ ധരിപ്പിച്ചിരുന്നത്. അല്ലാതെ ആശ ഗർഭിണിയാണെന്ന് പറഞ്ഞിരുന്നില്ല. ആശയ്ക്ക് 2 മുതിർന്ന മക്കൾ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആശ ഗർഭിണിയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഡെലിവറി നടന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ആശാ വർക്കർക്ക് ഇക്കാര്യം കൃത്യമായി തന്നെ ആശുപത്രികളിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കുമെന്നുള്ളൊരു വിവരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരവും അങ്ങനെയാണ് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു ഡെലിവറി നടന്നതുമായി ബന്ധപ്പെട്ട സംശയത്തിൽ ആശാ വർക്കർ ഈ കുട്ടിയെ തേടിയെത്തുന്നത്. കുട്ടിയുടെ സുഖവിവരം അന്വേഷിക്കുവാൻ വേണ്ടി മറ്റ് രജിസ്ട്രേഷൻ നടപടികൾ അടക്കം നടത്തുന്നതിന് വേണ്ടി ആശാ വർക്കർ വീട്ടിലെത്തുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് അങ്ങനെ ഒരു കുട്ടിയില്ല, പ്രസവം നടന്നിട്ടില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൺ സുഹൃത്തും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്ന വിവരമാണ് ആലപ്പുഴയിൽ നിന്നും റിനു നൽകിയത്.